ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്ന റെസിപ്പി നമ്മുടെ സോയാബീൻ കൊണ്ടൊരു സോയാബീൻ റോസ്റ്റ് ആണ് കേട്ടോ. ആദ്യം മുതൽ അവസാനം വരെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഒന്ന് കാണാൻ ശ്രദ്ധിക്കണേ. അപ്പോൾ നമുക്ക് സോയാബീൻ എങ്ങനെ റോസ്റ്റ് ചെയ്യാമെന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് എനിക്ക് പറയാനുള്ള കാര്യം, നമ്മുടെ ബീഫ് റോസ്റ്റ് ഒക്കെ ഇതിൻ്റെ മുമ്പിൽ കുറച്ചങ്ങ് മാറി നിൽക്കും കേട്ടോ. കാരണം ഇത് കാണുമ്പോൾ നമുക്ക് ബീഫല്ലാന്ന് ഒറ്റ നോട്ടത്തിൽ പറയാൻ തന്നെ പറ്റില്ല എന്നുള്ളതാണ് സത്യം. അത്ര വളരെ രുചികരമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് കണ്ടത് സോയാബീൻ വേവിച്ച് വെച്ചേക്കുന്നതാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ് നമ്മുടെ സവാള, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില, തക്കാളി, ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള പാൻ അടുപ്പത്ത് വെക്കുക. അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. അത് ചൂടായി വരുമ്പോൾ കറിവേപ്പില, ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് പതുക്കെ ചതച്ചിട്ട് ഇടാം കേട്ടോ. ശേഷം നല്ല രീതിക്ക് ഒന്ന് വഴറ്റി കൊടുക്കുക. അത് നല്ലൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ നല്ല രീതിക്ക് നമ്മൾ വഴറ്റി കൊടുത്തുകൊണ്ടിരിക്കണം. കാരണം ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇങ്ങനെയുള്ള സാധനങ്ങൾ ചെല്ലുമ്പോഴാണ് അതിൻ്റെ നല്ലൊരു ടേസ്റ്റും ഫ്ലേവറും ഒക്കെ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അത് മസ്റ്റായിട്ട് ഒഴിച്ചുകൂടാനാവാത്തൊരു സാധനമാണ് കേട്ടോ. ശേഷം നല്ല രീതിക്ക് വഴറ്റിയത് ഗോൾഡൻ ബ്രൗൺ കളർ ആയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മളിതിലേക്ക് ആദ്യം അരിഞ്ഞു വെച്ചിരുന്ന സവാള ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. സവാള ഇട്ട് കൊടുത്തതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക, പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഉപ്പും കൂടെ ഇട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യാണ്. ഇതും അത്യാവശ്യം ഒരു നല്ല രീതിക്കൊന്ന് ഒരു ബ്രൗൺ കളർ ആവുന്ന വരെ നമ്മൾ നല്ല രീതിക്ക് വഴറ്റി കൊടുക്കണം. കാരണം സവാള അങ്ങനെ പച്ചയ്ക്ക് കിടക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അത് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് ഒന്ന് ഫ്രൈ ആവണ്ട, എന്നാൽ അതിന് മുമ്പുള്ളൊരു പരുവം വരെ എത്തിയാൽ മാത്രമാണ് അതിപ്പോൾ എന്ത് കറിക്കാണെങ്കിലും അതിൻ്റെ ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. അതെ, നമ്മുടെ പാകത്തിന് സവാള വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മുടെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ നമ്മുടെ കുരുമുളക് പൊടി, അതുപോലെ തന്നെ മല്ലിപ്പൊടി, പിന്നെ നമ്മുടെ പെരുംജീരകത്തിൻ്റെ പൊടി ഉണ്ടല്ലോ, അത്രയും പൊടികൾ ഇതിലേക്ക് നമ്മൾ ആവശ്യാനുസരണം നിങ്ങൾ എടുക്കുന്ന സാധനത്തിൻ്റെ അളവിനനുസരിച്ചാണ് കേട്ടോ പൊടി ഇട്ട് കൊടുക്കേണ്ടത്. അതുകൊണ്ട് ഞാൻ ഇത്ര സ്പൂൺ അങ്ങനെ ഞാൻ അളവ് പറയുന്നില്ല. അതേ പൊടികളെല്ലാം ഇട്ട് കൊടുത്തു. ശേഷം നല്ല രീതിക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ പച്ച ചുവ മാറുന്ന വരെ നല്ല രീതിക്ക് പൊടികൾ മിക്സ് ചെയ്ത് കൊടുക്കണം ആ സവാളയിൽ കേട്ടോ. ശരിക്കും ആ പച്ച മണം മാറി ഒന്ന് ആ പൊടികളൊക്കെ ഒന്ന് ഫ്രൈ ആയി വരുന്നത് വരെ നല്ല രീതിക്ക് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പിന്നെ നമ്മൾ ആദ്യം എടുത്ത് വെച്ചിരുന്ന തക്കാളി ഉണ്ടല്ലോ, ആ തക്കാളി ഞാൻ നേരെ ഇതിലേക്ക് അരിഞ്ഞ് ചേർക്കുന്നില്ല. ഒന്ന് മിക്സിയിലിട്ട് പേസ്റ്റ് പരുവാവുന്നില്ല, എന്നാലും ഒന്ന് ക്രഷ് ചെയ്തെടുത്തു. ആ ഒരു പാകത്തിനാണ് കേട്ടോ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നല്ലൊരു എന്താ പറയുക, ഒരു നല്ലൊരു കൊഴുപ്പ്, നല്ലൊരു തിക്നെസ്, നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കറിക്ക്. നമ്മൾ അരിഞ്ഞ് ചേർക്കുന്നതിനേക്കാളും നല്ല രീതിക്ക് അതിലേക്ക് പിടിക്കാനായിട്ട് അത് സഹായിക്കും. അതുകൊണ്ടാണ് ഒന്ന് മിക്സിയിലിട്ട് ക്രഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതേ പൊടികളുടെ പച്ചമണം മാറാൻ കുറച്ചധികം നേരം തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം. ശേഷം ദേ പാകമായി വന്നപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ തക്കാളി ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചേക്കണം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു കേട്ടോ. അതിൻ്റെയും പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ശേഷം നമ്മൾ കുറച്ച് ചൂടുവെള്ളം കൂടി ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കാരണം ചെറിയൊരു കുഴമ്പം പാകം വേണമല്ലോ, നമ്മൾ ഫ്രൈ അല്ലല്ലോ, റോസ്റ്റ് അല്ല ചെയ്യുന്നത്. അപ്പം ചെറുതായിട്ടൊരു വെള്ളമയം ആവശ്യമാണ്. അപ്പോൾ അതേ കുറച്ച് ചെറു ചൂടുവെള്ളം കൂടെ ആ തക്കാളി പേസ്റ്റാക്കി അതിലേക്ക് തന്നെ ഒഴിച്ച് ഇതിലേക്ക് അങ്ങ് ആഡ് ചെയ്ത് കൊടുത്തു കേട്ടോ. ശേഷം വീണ്ടും നല്ല രീതിക്ക് നമ്മൾ എല്ലാം ഒന്ന് പാകമാവുന്നവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ സോയാബീൻ നമ്മൾ ആദ്യം തന്നെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിലിട്ട് വേവിക്കുകയല്ല ചെയ്യുന്നത്, അതൊന്ന് ചൂടുവെള്ളത്തിലൊക്കെ ആദ്യം ഒന്ന് ഉപ്പിട്ട് ഒന്ന് പതുക്കെ ഒന്ന് വെന്ത് വന്നിട്ട് വേണം കേട്ടോ നമ്മൾ കുക്ക് ചെയ്യാനായിട്ട് എടുക്കാനായിട്ട്. അപ്പോൾ അതേ ഇത് പാകമായി വന്നിട്ടുണ്ട് നമ്മുടെ ഗ്രേവി. ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരുന്ന സോയാബീൻ എടുത്ത് ഇതിലേക്ക് ഇടുവാണ് കേട്ടോ. ഇട്ട് കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമ്മൾ നല്ല രീതിക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ സോയാബീനിലേക്ക് നമ്മുടെ ഈ ഗ്രേവി അരപ്പ് നല്ല രീതിക്ക് ആ മസാല പിടിക്കണം കേട്ടോ. അതുപോലെ കുറച്ച് നേരം നല്ല രീതിക്ക്, ഞാൻ എന്നും എല്ലാ വീഡിയോസിലും പറയാറുള്ളത്, നമ്മൾ എന്ത് കറി ഉണ്ടാക്കുമ്പോഴും അതിൻ്റെ മിക്സിങ്ങിലാണ് അതിൻ്റെ ടേസ്റ്റ് വരുന്നത്. നമ്മൾ നല്ല രീതിക്ക് മിക്സ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ചില ഭാഗത്ത് ഉപ്പുണ്ടാകും, ചില ഭാഗത്ത് ഉപ്പ് ഉണ്ടാവില്ല, എരിവും കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ കുറച്ച് നേരം തന്നെ നമ്മൾ നല്ല രീതിക്ക് അത് മിക്സ് ചെയ്ത് കൊടുക്കണം. ശേഷം ആ മിക്സിങ് കറക്റ്റായിട്ട് വരുമ്പോൾ നമ്മൾ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഗരം മസാല ഉണ്ടല്ലോ, അത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ആ ഗരം മസാലയും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അതേ കണ്ടില്ലേ, നമ്മളൊന്ന് പാകമായി വന്നപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഗരം മസാല ആവശ്യത്തിനുള്ളത് ആഡ് ചെയ്ത് കൊടുത്തു. വീണ്ടും നല്ല രീതിക്ക് എല്ലായിടത്തും പിടിക്കാൻ പാകത്തിന് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. വളരെ ടേസ്റ്റാണ് ആ ഗരം മസാല ഒക്കെ ഇടുമ്പോൾ. ശരിക്കും നമുക്ക് വരുന്ന സ്മെല്ലൊരു ബീഫ് റോസ്റ്റ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് വരുന്നൊരു
സ്മെല്ലുണ്ടല്ലോ, നല്ല സ്മെല്ലാണ് നമ്മളത് ഉണ്ടാക്കുമ്പോൾ തന്നെ ആ സ്മെല്ല് വരുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും. വളരെ ടേസ്റ്റിയാണ്. അത് ഉണ്ടാക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ അതേ നമ്മുടെ സോയാബീൻ റോസ്റ്റ് ഇവിടെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു. ശേഷം മിക്സ് ചെയ്ത് കൊടുത്തു. നമ്മുടെ വളരെ രുചികരമായിട്ടുള്ള സോയാബീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ആരെങ്കിലും ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ബായ്.